നിന്നെ ഞാൻ കൊറേ നാളായിട്ട് വാച്ച് ചെയ്യായിരുന്നു. നീ എന്റെ പെങ്ങടെ പുറകെ വന്ന് കമലടിക്കുന്നു. കഴിവേറവനെ അടിച്ചു ഞാൻ ശരികളിൽ എന്താ അന്നാശേ ഇവനെ ഒരെല്ലാം അല്പം കൂടുതലാണ്. പെമ്പിള്ളേരെ കാണുമ്പോ സ്വല്പം മോട അതിലുള്ള എല്ലാം ഊരിയെടുത്ത എന്റെ രസം മാറി കിട്ടും. അതും ചുമ്മാരി അയ്യോ ആള് മാറിയതാവും പാവം. ഒന്നും മാറിയിട്ടില്ല. നോക്കിക്കോ താറ്റി ഒരു ഇടി വെച്ചു കൊടുത്താൽ അയ്യോ നിപ്പ അയ്യോ ആള് മാറിയതാവും പാവം. നിങ്ങൾ എന്താണ് പറയണത്? ഈ പാവത്തിന് സംസാരം കൂടി വയസ്സാണ്. ഇവരാണ് നമ്മളെ കമ്മലടിക്കുന്നത്. താഴെ അറിഞ്ഞുകൂടാ അടിച്ചടാ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിക്കാം, നീ ആ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ ഇളയ മോനല്ലേ? അമ്മോനല്ലേ നമ്മുടെ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ? അയാളുടെ രണ്ടാമത്തെ മോന. ഇവന്റെ ചേട്ടൻ മഹാപഴയ എന്റെ കൂടെ പഠിച്ചതാ. കണ്ടാൽ ഇത് പോലിരിക്കും. ആ തള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അമ്മോനറിയില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? തന്റെ കണ്ണ് എവിടാണോ? സോറി, ആള് മാറിപ്പോയതായിരിക്കും. രാവിലെ തന്നെ വെള്ളങ്ങൾ അടിച്ചോണ്ട് ഒരു മലവിന്റെ മേക്കത്ത് കയറാൻ. നീ ഇപ്പൊ പോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ അടിവിട്ടുണ്ടല്ലോ. അവൻ ആരാ മനസ്സിലായോ? ആ സൂസമ്മയുടെ ബ്രദറാ. ഓഹോ, ഞാനുള്ളതുകൊണ്ടാ തല്ലുകൊള്ളാത്തത്. നിതിൻ ഏതായാലും ചതുരപ്പഴ. അവൻ ഗോവിന്ദൻ നായരെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം വിടാം. നമ്മുടെ സൂപ്പർ സോണിക്കിനെ കാണാനില്ലല്ലോ. ആര്? ലതയോ? അവള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിന്ന പ്രോഗ്രാം എല്ലാം തെറ്റും. ഒന്ന് പോറോ, 5 മിനിറ്റുണ്ട്. ഇന്നത്തെ ചാറ്റിംഗ് എന്താന്ന് നോക്കട്ടെ. 8:50 ഇവിടെ ലത, 9 മണിക്ക് വിംസ് കോളേജ് താര, 9:10 ഹോളി ഏഞ്ചൽസ് നമ്മുടെ ഷീല ജോർജ്, 9:25 ഓൾ സയൻസ് കോളേജ് ലീലീന, 10 മണിക്ക് ഓഫീസ് ചർക്കുകൾ. പിന്നെ എത്തിക്കണം ഇവിടെ. She's coming. അപ്പോഴേ കുട്ടി, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരായി ഗോവിന്ദൻ നായര്? പിന്നെ എന്താർത്ഥം അറിയാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ അറിഞ്ഞുകൂടാത്തതെല്ലാം അറിയാന്ന് പറഞ്ഞ വയസ്സന്മാരുടെ ഒരു സ്വഭാവം. കാത്തുന്നേ കാലിന്റെ അടി വേര് കളിച്ചു. എന്നാലെങ്കിലും ഒന്ന് കടാക്ഷിക്ക് വെച്ചേ. പോരാ, ഇങ്ങനെ 5 നിമിഷം കൊണ്ടോ 10 നിമിഷം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന കൂടുതൽ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരാം. ഓക്കെ, നോക്കട്ടെ, നാളെ പറയാം. നാളെ പറയാന്ന് പറയുന്നത് എത്ര ആളായി? ഞാൻ നാളെ ഹോസ്റ്റലിൽ വരും. വരും. സോറി. വന്നേ. നീ ആ ഗോവിന്ദയുടെ മൂത്തവൻ? ഞാൻ ആ ഗോവിന്ദന്മാര്. പോവാ, ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങും. വണ്ടിവിടെ. വായി നോക്ക, സമയം പറയും. ഈ ഫ്രണ്ട് ഇങ്ങനെ പച്ച കണ്ട അവിടെ മുമ്പ് മുളച്ചിട്ടുള്ളതാണ്. കൈങ്ങനെ വിടല, ചുമ്മാ എന്ത് ചുമ്മാ എത്ര? 2.
സോറി എന്തുപറ്റിയടാ? അളിയാ, ഞാൻ കുത്തുമെന്ന് വിചാരിച്ചില്ല. ആനന്ദ്, ഇങ്ങനെ എത്ര കാലം കളിച്ചു നടക്കാനാണ് നിന്റെ ഉദ്ദേശം? പണം ഉണ്ടാക്കുന്ന വിഷമം നീ അറിയുന്നില്ല. അത് ചെലവാക്കാനായിട്ട് മാത്രം ജീവിക്കരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഏട്ടനെ സംബന്ധിച്ചോളം ഞാൻ ഏട്ടന്റെ പണം ചെലവാക്കുന്ന ഒരു വസ്തു മാത്രമാണെന്ന് എനിക്കറിയാം. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ ആം നോട്ട് സ്പെൻഡിങ് യുവർ മണി. രാത്രികളിലായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരികയില്ലായിരുന്നു. നിനക്ക് പറ്റുന്ന മുഴുവൻ അബദ്ധമാണ്. ഇക്കണക്കിന് പോയ നട്ടല് വരെ ആരെങ്കിലും ഊരിക്കൊണ്ട് പോകും. അത് ഊരിക്കൊണ്ട് പോട്ടെന്നെ. ഇപ്പൊ സിനിമ കാണാൻ വരുന്ന പെമ്പിള്ളാരെ മുഴുവൻ കോടാനും പിച്ചാത്തി കൊണ്ടാ തിയേറ്ററിൽ കയറി വരുന്നത്. മനുഷ്യന്റെ ഒരു ഗതികേട് വഹിക്കണേ. എങ്ങനെ വരാതിരിക്കും? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? സത്യം പറയല്ല മച്ചമ്പി, ഈ ലോകത്തുള്ള കാണാൻ കൊള്ളാവുന്ന എല്ലാ പെമ്പിള്ളാരോടും എനിക്ക് പ്രേമമാണ്. നിങ്ങൾക്ക് വിവാഹ ജീവിതം ചിലപ്പോൾ തടസ്സമുണ്ടാകാൻ ന്യായമുണ്ട്. നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഉയർന്നിരിക്കുന്നതിനായി സൂര്യരേഖ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും അവളെ കണ്ടിട്ട് ഞാനൊന്ന് പറഞ്ഞു. നിന്റെ സമയം വളരെ മോശമാണ്. അവളുടെ മൂപ്പിൽ തുടങ്ങാനും കാണും, നീ തല്ലു വാങ്ങും. വെട്ടുണ്ടോ? അടുത്ത 24 മണിക്കൂറിനകം അണ്ണനവളെ വളച്ചിരിക്കും. കാപ്പി. കലാപരമായ നേട്ടങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. വിരലുകളുടെ അഗ്രങ്ങൾ കൂർത്തിരിക്കുന്നതല്ലേ? വിരലാഗ്രം കൂർത്തിരിക്കുന്നത് കൊണ്ടും മണ്ഡലങ്ങളുടെ മിനുസവും കലയോട് ബന്ധപ്പെട്ട് നല്ല സ്ഥാനമാനങ്ങൾക്കും ഉയർന്നവരുടെ പ്രശംസയ്ക്കും പാത്രമാകും. സന്താന ലാഭങ്ങൾക്കും കുടുംബപരമായി നല്ല ജീവിതം ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാറേ കൈമാറി പറയാം. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം നടക്കുമോ? നടക്കും. അത് താൻ പറഞ്ഞിട്ട് വേണോ? എനിക്ക് അറിയാം. എല്ലാ കാര്യം നടക്കും. എക്സ്ക്യൂസ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി? എന്താ? അല്ല, ഈ കൈനോട്ടത്തിലൊക്കെ വലിയ താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആദ്യമൊക്കെ വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു ശരിയാണെന്ന്. അല്ലെങ്കിലും മൂത്തവര് പറയും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഐ മീൻ മുത്തച്ഛൻ, ആ പുള്ളി ജോത്സ്യത്തിലൊക്കെ ഭയങ്കര സാധനമായിരുന്നു. ആ പുള്ളിയിലാണ് ഞാനൊക്കെ പഠിച്ചത്. വേണമെങ്കിൽ മുഖം നോക്കിയ കാര്യം പറയാം. എന്താ പറയൂ? കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? അതെ. പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്നു മോളെ? മുഖത്തിന് കൈ നോക്കാൻ അറിയോ? കൊള്ള അറിയാമോ? കുട്ടിയുടെ കൈ ഇങ്ങോട്ട് തന്നെ. വേണ്ട. ഞാൻ നോക്കാമേ. ഞാൻ നോക്കാമേ. വേണ്ട. ഇങ്ങോട്ട് തന്നെ നോക്കാം. വളയുന്നുണ്ടല്ലോ. മനക്കെട്ടി തീരെയില്ല. ഹൃദയം വളരെ ലോലമാണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ? ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. ആർക്കാ ഇല്ലാത്തത്? സഹോദരന്മാരൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ടല്ലോ. വളരെ കൊച്ചായിരിക്കും അല്ലേ? ഇതാണ് ഹൃദയരേഖ. ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും. അയ്യോ, ഈ മറുകുണ്ടോ? ഈ മറുകൾ പ്രഭുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ. സ്ത്രീകളിൽ ഇത്
എലിസബത്ത് രാജ്ഞി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം. മറ്റേ ഉണ്ടോ ഇതുപോലത്തെ മറുക? ആ മറുകൂടെ ഉണ്ടെങ്കിൽ കോടീശ്വരിയാകുമെന്ന. മറുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കാം. ഇനി എന്തോ നോക്കാനാ? നല്ല ഭാഗ്യം ചെയ്ത കയ്യാ. രഹസ്യം കൈ. അതെനിക്കറിയാം. കാശതാ, ഞാൻ പോട്ടെ. ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ. കാശ? പിന്നെ അല്ലാതെ പുണ്യം കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ചുമ്മാ ഒരു സ്നേഹത്തിന് എന്ന് വിചാരിച്ചുള്ളൂ. അയ്യോ പാപം, എന്റെ റേറ്റ് 100 രൂപയാ. പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതിന് 25 രൂപ കൂടുതൽ തരണം. എന്റെ കയ്യുന്നോ? അത് വാങ്ങിച്ച പോലെ തന്നെ. ദേ, അതുകൊണ്ടും പറയാതെ എന്റെ കാശിങ്ങതാ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ കാശ് വരുന്നുണ്ടോ? ആ, എന്നാ വിളി. അതിന് വഴിയുണ്ടോ? ഇത്രേ ഉള്ളൂ, ബാക്കി അടുത്ത പ്രാവശ്യം തരാം. ഇത്രയും തന്നാൽ എങ്ങനെ? ബാക്കിയുള്ളത് കൊടുത്താ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ബഹളം വെക്കും. എന്റെ കാശിങ്ങതാ. തന്റെ വേല കയ്യിലിരിക്കട്ടെ, എന്റെ കാശ് തരാൻ. നീ ഇത്ര അലോലയാണ് ഞാൻ വിചാരിച്ചില്ല. പിന്നെ തന്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും പെണ്ണ് കൂടെ വരുമോ? ഓരോന്ന് കയറി വന്നോളും. പിന്നെ ഈ മറുകിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാനഹാനിയും ദ്രവ്യനഷ്ടം. ഗുഡ് ബൈ. നിനക്ക് ഇത് തന്നെ വേണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു ബെറ്റ് വയ്പ്. ഞാൻ അതിനറിഞ്ഞ അവള് നിർത്തി. ഞാൻ നിർത്തി. നീയല്ലേ നിർത്തുന്നത്? അതിനി കാക്ക മലന്ന് തുറക്കണം. ഒന്ന് പോടാ. ബെറ്റുണ്ടോ? ഞാൻ ഇനി ഇന്നു മുതൽ ഒരു പെണ്ണിനോടും ഉയ്യോ നോക്കടാ. ഹലോ. ഹായ്. കഴുത്തൊടിഞ്ഞു. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലയാ, ഈ ഡൺലപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? അവരെ കണ്ട് അപ്പ വിളിച്ചോണ്ടു. ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്കാം. ഞാൻ ആത്മഹത്യ ചെയ്യും. നടന്നാ കൂടെ ഇരിക്കുന്നവരെ നിന്നെ കൊല്ലും. അപ്പൊ രണ്ടായാലും മരണം തീർച്ച. പിന്നെ ചത്താലും സ്വർഗമാ. വഴിയെ പോണ വയ്യാവേലി പിടിച്ച് തലേ വെക്കണ്ട. നടക്കാത്ത കാര്യം കളയടാ. ബെറ്റുണ്ടോ? ആ, എന്തുവാ ബെറ്റ്? ബെറ്റ് 50 രൂപ. ഐ ആം ഗോയിങ് ടു ക്യാച്ച് ഹർ. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. ഇവന് 2 കിട്ടണേ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം. എക്സ്ക്യൂസ് മീ, തീപ്പെട്ടി ഉണ്ടോ? സോറി, തീപ്പെട്ടിയില്ല. ഇറങ്ങിക്കോളും തീപ്പെട്ടിയില്ലാതെ. ഞാനെന്താ പറഞ്ഞ? വല്ല പറഞ്ഞോ? ഒരു കാര്യം പറയാം. ചാടുകൾ കേട്ടോ. എനിക്കിപ്പോ എന്തെങ്കിലും കണ്ടു അറിയാ കൊണ്ട് വല്ല വണ്ടിയിൽ വിടി. ഇനി ചത്താട് സാധനം. അപ്പൊ ഞാനോ? നിനക്കല്ലേ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലല്ല അല്ല, സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ തെണ്ടിപ്പോവും. ഇന്നറിയത്തില്ല, നാളെ അറിയും. നീ ആരാണോ നിന്റെ വിചാരം? സോക്രട്ടീസാ അവന്റെ ഒരു തത്വം. ചവിട്ട ഒരു പെണ്ണ് നോക്കി ചവിട്ടടാ അവിടെ. അത്രേ ഉള്ളു. നിന്നെ ആദ്യം കണ്ട ദിവസം ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഓ ഷുവർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അതിന്റെ ചെറിയൊരു വളമുണ്ട്. ഒടിവാ പോടാ. എടാ നീ താടി വളർത്തി വല്ല ഹിമാലയത്തിൽ പോയി. അതാ നല്ലത്. എടാ നീ ഒന്ന് മുട്ടിയാ മതി. 180 ഡിഗ്രി വളയും.
പിന്നെ ഒറ്റ വീഴ്ചയാ. 360 ഡിഗ്രി. എങ്ങനെയൊന്ന് മുട്ടുക? ഇവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ഒറ്റ മാർഗം എന്താണെന്നറിയോ? അവൾ സുന്ദരിയാണെന്ന് പറയാ. ആനന്ദ്. ദൈവമേ, എന്ത് മണ്ടത്തരമാണോ പറയാൻ പോകുന്നത്. യു ലുക്ക് നൈസ്. ഒന്നിട്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ടൊന്നുമില്ല. ഇടാ, നീ പോയി അവളോട് എന്തെങ്കിലും ചെലച്ചോണ്ടിരിക്കാൻ. എന്തോ പറയുന്നു? തേങ്ങ കൊല. ഇടാ, പിന്നെ നോക്കി, ഇവലെ അടയ്ക്കാൻ മരത്തെ പറ്റിയോ ഇവരെ കാലാവസ്ഥയെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. വീഴും. വീഴോ? വീണു. കുറെയൊക്കെ വീണെന്നിരിക്കും, എങ്കിലേ പഠിക്കാൻ പറ്റൂ. മൈ പ്ലഷർ. വുഡ് യു ലൈക്ക് ജോയിൻ മീ ഫോർ എ ഐസ്ക്രീം? ദൈവമേ, ഇവന് നന്നായി കിട്ടിയ ഒരു 5 തേങ്ങ അടിച്ചേക്കാമേ. ഹലോ, എന്താ ഒറ്റയ്ക്ക്? എന്റെ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് ആനന്ദിനെ ഇവിടെ ഞാനും കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. ആ കുട്ടി കൊടുത്തിരിക്കുന്ന ഒരു സാരി ഉണ്ടോ? കൊള്ളാം, നന്നായിരിക്കുന്നു. ഇഷ്ടമായ? ഇതുപോലൊരു സാരി നാളെ ഞാൻ വാങ്ങിച്ചു തരും. വാചകം അടിക്കാൻ മിടുക്കനാ. വാചകമല്ല, ഞാൻ വാചകം അടിക്കാറുമില്ല. ലതയാ വാക്ക് മാറിയത്. അയ്യോ, ഞാൻ പോകുന്ന താമസിച്ചാൽ മാത്രം വാക്ക് പറയും. അവിടെ ഇരിക്കാൻ. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജന്തു ഏതാണെന്നറിയാം? സിംഹം. അല്ല, പുലി. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ലേഡീസ് ഹോസ്റ്റലുകളിലെ മേഡം. ഹായ്. ഓക്കെ, ബൈ. നാളെ സാരിയുടെ കാര്യം വാക്കുമാറല്ലേ? വരട്ടെ. എക്സ്ക്യൂസ് മീ, ഈ സാരിക്ക് എന്ത് വില കൊടുത്തു? 325 രൂപ. 325 രൂപയോ? അച്ഛബി, വല്ല ഒത്തോ? ഒത്തു. ഒരു 90 രൂപ ബില്ലൊത്തു. എടാ, നിന്റെ വാക്ക് കേൾക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. അവള് കാപ്പിയും കുടിച്ചിട്ട് വേറെ പോയി. പാവി ചെല്ലുന്നിടം പാതാളം അല്ല എന്താ? പിന്നെ അതിന്റെ ഒരു 325 രൂപ തരാം. ഒരു രക്ഷയില്ല. ബില്ലിന്റെ ബാക്കി 10 രൂപയുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്കെന്തിന് എത്ര രൂപ? പുഴുങ്ങി തിന്നെ. എത്ര ഉണ്ട്? എത്രയേ ഉള്ളൂ. 5 രൂപ വെച്ചോ. ഇനി 320 രൂപ ഉണ്ടാക്കണം. ശരി, ഇന്ന് മിക്കവാറും കിട്ടും. 11:30 ദൈവമേ. അമ്മേ, അച്ഛന്റെ എഴുതാണോ? ഇത്രയും നേരം അവിടെ ആയിരുന്നടാ. അയ്യോ, മെയിൻ റോഡിൽ ഭയങ്കര അടി. ഞാൻ ചുറ്റിയാ വന്നത്. ഈടായിട്ട് നിനക്ക് ചുറ്റണ കുറച്ച് കൂടുന്നുണ്ട്. ആരാടാ ഈ രാധ? രാധ സ്റ്റേഷനുണ്ട് ചരക്ക്. ഒരു പുല്ലാര മതി. എന്റെ പുല്ലാര മോന്. ഈ എഴുത്തഴിഞ്ഞ രാധ ആരാന്നാ ചോദിച്ചത്? അത് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എനിക്ക് വരുന്ന എഴുത്തെടുത്ത് പൊട്ടിച്ച് വായിക്കരുന്ന്. ഇന്ന് 2 അറിഞ്ഞിട്ട് പോയി. എനിക്ക് പ്രശ്നം വേണം. എന്തൊരക്കമാണിത്? ഞാനൊരു പുരുഷനല്ലേ? പുരുഷനായ ഒരു പ്രൈവസി വേണ്ടേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോയി. എനിക്ക് പ്രശ്നം വേണ്ട. ഞാൻ എന്ത് പണിയത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞ നിന്റെ അമ്മ ഇതൊക്കെ വിശ്വസിക്കുമോ? നീ ആഹാരം കഴിക്കും. ചോറും കേട്ട മീനുണ്ടാ? അയ്യോ, മീൻ കിട്ടിയില്ല മോനെ. നിക്ക്, നെപ്പ കൊണ്ടുവരേ. ഇതിനെ കൈ തന്നാ പോരെ, പോസ്റ്റിലായിരിക്കും. ഇതാരീ രാധ?
ഛേ. ഈ സാരി എടുത്ത് എനിക്കൊന്ന് കാണണം. നല്ല ചന്തമായിരിക്കും. താങ്ക് യു. നല്ല കളക്ഷൻ, എനിക്കിഷ്ടായി. സാരിയോ അതോ വാങ്ങിച്ച നാളെയോ? രണ്ടും. ഞാൻ പോട്ടെ. ഏയ്, എപ്പോഴും ധൃതിയാ. എത്ര നാളെ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോണം വരെ പോവാം. രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടലിന്റെ ശംഖുമുഖത്തും ഉണ്ടല്ലോ. കടല് നീണ്ട വരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സോ യു ഡോണ്ട് ഹാവ് എ റൊമാൻറ്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്ഡ്. ഓക്കെ? ഓക്കെ. ചേടാ, സാരി ഇവിടെ പോയി. എവിടെയാണ് വെച്ചത്? അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീട്ടിലെ കള്ളം കയറിയെന്നാ തോന്നുന്നത്. ഞാൻ ഇന്നലെ മോളിലാ കിടന്നത്. എന്റെ സാരി കാണാനില്ല. കുറച്ച് രൂപയും. നീ കണ്ടോ? സാരിയല്ലേ? ആ. ഇപ്പൊ വരാമെന്നുകൊണ്ട് പുറത്തോട്ട് വന്നുണ്ട്. ദേ, തമാശ പറയരുത്. ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. ഇന്നലെ നീ ഇവിടെ എന്തൊന്ന് തപ്പെന്ന് കണ്ടല്ലോ. ഞാൻ എന്തോ തപ്പാനാമേ, ഞാൻ സാരി എടുത്തോണ്ടാണ് നടക്കുന്നത്. രൂപയോ? രൂപയോ? ആ. ആ, അത് ഞാൻ എടുത്തൊന്നങ്ങ് വെച്ചോ. വെച്ചൊന്നും വേണ്ട, നീ എന്നെ എടുത്തു. ആ, പെട്ടെന്നൊരു ആവശ്യം വന്നു, ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് എടുത്തു. അമ്മ സാരിയിൽ അലക്കായിട്ട് കാണും. ആ, ഞാൻ കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാ. ആ, ഞാൻ പോണു. എഴുതുന്നു. ഞാൻ മാർക്കറ്റിന് അടുത്ത് വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. ആ, സാരി തപ്പി സമയം അങ്ങ് പോയി. നീ മുഹൂർത്തത്തിന് 1/2 മണിക്കൂരേ ഉള്ളൂ. നീ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിൽ അടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. ആ, അമ്മ എന്തോന്നാ ഈ പറയുന്നത്? ആ വണ്ടിയുടെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. അങ്ങനെ പിടിച്ചിരുന്നാൽ പറ്റത്തില്ല, വീണാലേ പൊടി പോലും കിട്ടത്തില്ല. പോരാണെന്ന് ഞാനെന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്തതുപോലെ. നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓട്ടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? ആ. എന്നാ ഓടിച്ചോ, ഞാൻ പറയുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞ മനസ്സിലാകുന്നതാ? ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേൾവിയായി പോയില്ലേ? അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല. പോരാ തന്നെ ടയറ് കാറ്റില്ല, ബ്രേക്കും ഇല്ല. ആഹാ, കാറ്റില്ല, സീറ്റില്ല, ബ്രേക്കില്ല. അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോൻ ഇപ്പൊ വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഹലോ, ഡ്രസ് മാറിയിട്ട് വരണം. ആ, അങ്ങനെ പറ. എങ്ങനെ പറ? ഇവിടെ സമയമായി, ശല്യം ഉണ്ടാകാൻ വേണ്ടി. വെരി ഗുഡ്. വണ്ടിയുടെ പുറകിൽ കുലിക്കാൻ വന്നേ, വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. ഞാൻ കുടുങ്ങില്ല, ഞാൻ ഉണ്ടായിരിക്കാം. മണ്ഡപത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ഇവിടെ ഇറങ്ങിക്കോ. ഇവിടെ ഇറങ്ങി കൂട്ടിട്ട് പോയാ ഞാൻ നടന്നു പോകുമ്പോ ചീത്തയാവും. ശരി ശരി ശരി. ഹായ്, എന്റെ പൊന്നമ്മ, വണ്ടിയിൽ ഇവിടെ കൈയും കാലും ഒടിഞ്ഞു പോന്നേ. അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കാ. എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെ ഇറങ്ങിക്കോളാം, അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ നടന്നു പോണ്ടേ? കല്യാണം അടുത്തല്ലേ, അവിടെ കൊണ്ട് വിട്ടിട്ട് പോ. നീ ഇവിടെ ഇറങ്ങി വിട്ടിട്ട് പോയാ ഞാൻ ചുമ്മാ അമ്മേ. നിർത്തിയാ മതി. ഓക്കെ, താങ്ക് യു. സൂക്ഷിച്ചു പോണേ. ഹായ്. നല്ലയാളാ. എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടി, ഈ സാരി എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര കൊടുത്തു? ഞാന് എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? അല്ല, ഇത് വാങ്ങിച്ചതാണ്. അയ്യോ അമ്മേ, ഞാനല്ലേ. കൊള്ളാമല്ല പെണ്ണെ, നേരെ പോയി നടക്കുന്ന ആമ്പിള്ളേരെ മയക്കി സാരിയും മാലയും ഞാനോ? ഞാനേ ഒരു കള്ള. ആമ്പിള്ളേർ നേരെ വളർത്തണം. എനിക്കും എവിടെ പോയിരുന്നു? ഫ്രഞ്ച് ട്യൂഷന്.
എന്റെ പേഴ്സ് കാണുന്നില്ല. കയറിയപ്പോ കയ്യിലുണ്ടായിരുന്നു. എവിടെ പോയി? ആ, ആരെങ്കിലും പോക്കറ്റ് അടിച്ചു കാണും. ആ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിടട്ടെ. താൻ കുറെ നേരം ആയാലും പെണ്ണുങ്ങളുടെ ഇടയ്ക്കിടന്ന് തള്ളുന്നേ. ഇതാരുടെ പേഴ്സ്? അത് എന്റെ അല്ല. ഇത് കുട്ടിയുടെ പേഴ്സാണോ? ആ, അതെ. വേഷം കണ്ട ടിപ് ടോപ്പ്. ഇതാ ഇവന്റെ ഒക്കെ തൊഴില്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വീണു. ഞാൻ എടുത്തിട്ട് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും. ബസ്സിൽ കയറിയതിനു ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ 2 ടിക്കറ്റ്. നമ്മള് കേട്ടോ. താങ്ക്സ്. ബൈക്ക് ഇവിടെ വെച്ചിട്ട് നീ അവിടെ പോയി? വെറുതെ ഒന്ന് നടക്കാൻ. അത് വഴിന്ന് വെറുതെ എടുത്തതാ. വെറുതെ വഴിയില്ല. ഞാനും ചോദിക്കട്ടെ, നീ ഫ്രഞ്ച് പഠിച്ചതല്ലേ? അതെ. അതിന് അതിന് നിനക്കറിയാമോന്ന് ഞാനും നോക്കട്ടെ. ഐക്ക് എന്ത് പറയും? അയക്കോ? യു മാൽ ലവ്. കളിച്ച് ആശാന്റെ നെഞ്ചത്ത് കയറി കളിക്കാൻ തുടങ്ങിയോ? നീ എന്താ പ്രസിഡന്റ് ദിവാലിന്റെ മോളെ പ്രേമിക്കാൻ പോണോ? ഞാൻ വെറുതെ ചോദിച്ചത്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെറുതെ ആണല്ലോ. അതെ, വെറുതെ. എത്രോ കൊക്കോ എന്ന് ഫ്രഞ്ചിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നർത്ഥം. എത്രോ കൊക്കോ പറ. എത്തോ കൊക്കോ. എക്സ്ക്യൂസ് മീ ശോഭ, മറ്റൊന്നും ധരിക്കരുത്. തോന്നിയത് പറഞ്ഞു പോവുകയാണ്. എത്തോ കൊക്കോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓഹോ, അതാണ് ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നീ പറഞ്ഞു നടന്നു. എന്നാലും ഇവിടെ പരമദ്രോഹി, നീ എന്നെ കൊണ്ട് ആ കിളുന്ന കുട്ടിയെ പച്ച തെറി വിളിപ്പിച്ചല്ലോടാ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? പച്ചപ്പി, നീ ഒരു കാര്യം ചെയ്യും. നീ അവളുടെ മുഖത്ത് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നിനക്കത് പറയാം. നിനക്കല്ലെങ്കിൽ എല്ലാം ഇടക്കാല ആശ്വാസമല്ലേ? എനിക്ക് അറിയാം അതിന്റെ പ്രയാസം. രാമകൃഷ്ണ, നീ ഒന്ന് തെളിഞ്ഞു പോയല്ലോ. ഏതാ കിടക്ക്? സത്യം പറ, ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. അത് നീ ബസ് സ്റ്റാൻഡിൽ മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്ക് അവളോട് മറ്റാരോടും തോന്നാത്ത ഒരു ഇത്. അയ്യടാ, എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്ന്. ഐ ലൈക്ക് ഹെർ, റാദർ ഐ ലവ് ഹെർ. എല്ലാം തുളച്ചല്ലോടാ ദ്രോഹി. ഇത്രയുള്ള കാര്യം. നീ വിഷമിക്കാതെ. നീ ആ കൊച്ചിനെ എനിക്കൊന്ന് കാണിച്ച. അത് കൈ വെച്ചിരുന്നാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അരുളിയാൽ മാത്രം മതി ഗുരു. എന്നാ അങ്ങനെ നീ നന്നാവുന്ന കാര്യമല്ലേ? എന്നാ കേട്ടോ, ഇപ്പൊ രാഹുലം കഴിഞ്ഞല്ലോ. ഒന്ന് പറയടാ. ശരി, ആദ്യമായിട്ട് ആ പെണ്ണിന്റെ പുറകെ തൊലിഞ്ഞങ്ങ് നടക്കണം. പിന്നെ അവളുടെ പേര് എന്താണെന്ന് കണ്ടുപിടിക്കണം. അവസാനം അവളുടെ വീട് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. മോളെ ശോഭേ, യെസ് ഡാഡി. ആ ഷെൽഫിൽ നിന്ന് ഗ്രീസും കൊടുത്ത്.
എന്റെ അമ്മോ. എടാ നമ്പർ ശരിയെന്നല്ലേ? നീ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഡയറക്ടറിയിലെ നമ്പറാ 425252. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചേ. 425252. ആ. ഹലോ. തന്തപ്പടി കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തന്തപ്പടിച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരാ ഇത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? നാശമായല്ലോ. ഞാൻ എടുത്തോളാം. ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? അവളെ സംസാരിക്കടാ. ഞാൻ ആനന്ദ്. ഏതാണെന്ത്? ഞാൻ ആനന്ദ്. കാര്യം പറ. ബസ് ടിക്കറ്റ് പൈസ ഇഷ്ടമാണല്ലേ? ശോഭയോട് കാര്യം പറയാൻ എത്ര നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു ശോഭ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എപ്പോഴാണ് വിളിക്കാറ്? ശ്വാസം മുട്ടി ചത്തു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ കാപ്പി നിൽക്കാം. വരുമോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചറിയാ? ആരോടാണ് ഇതിന്റെ ഈ കുഴച്ചില്? ഞാനൊരു കറുത്ത പാൻസും നീല ഷർട്ടും ധരിച്ചേക്കാം. അത് മറ്റു വല്ലവരും ധരിച്ചാലോ? ആള് മാറിപ്പോകാനിടയുണ്ട്. ഒരു കാര്യം ചെയ്യ്. ചുവന്ന പാൻസ് ഉണ്ടോ? ചുവന്ന പാൻസ് ഉണ്ടോ? ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ചുവന്ന പാൻസും മഞ്ഞ ഷർട്ടും വെള്ള ഷർട്ടും പച്ച തൊപ്പിയും ഒരു സൺഗ്ലാസും വെച്ചേക്കാം. അപ്പൊ തെറ്റില്ല. ഓക്കെ? ഈ വെള്ള ഹലോ, ഈ വെള്ള ബെൽറ്റ് ഉണ്ടോ? വെള്ള പട്ടിക്കുള്ളതുണ്ട്. മനുഷ്യനുള്ളതില്ലേ? ഇല്ല. എന്നാ പട്ടിക്കുള്ളത് മതി. പട്ടിക്കുള്ളത് കെട്ടിയുള്ളൂ. ഇത് കേട്ടാനാ? ചുമ്മാ ഇത് മറ്റന്നാ വെള്ള ബെൽറ്റ് അന്വേഷിച്ച് ഇനി പോകാൻ സ്ഥലമില്ല. പട്ടിക്കുള്ളതിൽ എന്താ കെട്ടിയാ പോരെ? ഇവിടെ ആരുടെയെങ്കിലും ഒരു ചുവന്ന പാൻസ് ഉണ്ടോ? എന്തിനാ? ആനന്ദിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ജോക്കായ വേഷം കെട്ടാനാ. എന്റെ സിസ്റ്റർ ചെയ്യുന്നുണ്ട്. സിസ്റ്ററിന്റെ ഇല്ല. എന്നാ മതി. ഞാൻ വൈകിട്ട് വാങ്ങിച്ചോളാം. അല്ലേ? അല്ലേ? ഞാൻ കണ്ണാടിയിൽ നോക്കട്ടെ. വേണ്ട. ഒരു കുഴപ്പമില്ല. കാലക്കിരിക്കുന്നു. നിന്റെ ഗേൾ ഫ്രണ്ടിന് നല്ല കളർ സെൻസ് ഉണ്ട്. സ്മാർട്ട്. ധൈര്യമായിട്ട് പോ. ദൈവത്തെ മനസ്സിൽ വിചാരിച്ചേ. വാ. നീ പോണില്ലേ? വെറുതെ നിനക്കൊരു കൂട്ടായിരിക്കാം ഞാൻ. എനിക്ക് കൂട്ടൊന്നും വേണ്ട. വേഗം സ്ഥലം വിട്ടോ. എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ശോഭയെ നീ കാണണ്ട. മക്കൾ വയ്ക്കോ? ഞാന് വേണ്ട. വയ്ക്കോ. വണ്ടി കൊണ്ട് വയ്ക്കോ. കണ്ണാടി കൂടെ വെച്ചോ. സ്മാർട്ട് ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്.